ഫാസ്റ്റ് ടാഗ് സെൻറ്ററിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇന്ന് ആക്സിസ് ബാങ്കിൻ്റെ ഫാസ്ടാഗ് ഐ ഡി നമ്മൾ പൊളിച്ച് പുറത്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് ഓൾറെഡി കമ്പനി ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഈ ഫാസ്ടാഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴയ വണ്ടികൾക്ക് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും മാറേണ്ട ടൈമായി അതിലേക്ക്. അതുകൊണ്ട് ഒന്നെങ്കിൽ പേടിഎമ്മോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആക്സിസ് ബാങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്താണ്. നമ്മുടെ ആർ സിയുടെ ഒരു കോപ്പി, നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്, ഇത് രണ്ടും കൂടെ കണക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ വളരെ ബുദ്ധിമുട്ടി തുറക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇത് സംസാരിക്കാൻ. ഈ ടാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ വണ്ടി ക്യാഷ് നമുക്ക് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ടാഗ് റീഡർ വെച്ചിട്ട് നമ്മുടെ ഈ ഐ ഡിയിൽ നിന്ന് ക്യാഷ് ഡിഡക്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മുടെ ആ റഷിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇനി ഇങ്ങനെ ഒരു സിസ്റ്റമാണ് എല്ലാ വണ്ടികൾക്കും വരുന്നത്. ഇതാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഗുഡ് ബൈ ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഐ ഡി വരുന്നത്. ഫസ്റ്റ് തന്നെ ഓർക്കാം, ഇത് വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് ഒട്ടിക്കേണ്ടതാണ്. ഇത്രയും ഭാഗങ്ങൾ വണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുള്ള ഭാഗമാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ സൈഡിൽ ആക്സിസ് ബാങ്കിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ സൈഡിൽ ആക്സിസ് ബാങ്ക്, ഇതൊരു ബാർകോഡും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട്. ഏതായാലും നമുക്കിത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ, നമുക്കത് വായിച്ച് നോക്കാം. ഇതിൽ സ്റ്റെപ്പുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 നമ്മുടെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാനാണ് പറയുന്നത് ബാക്ക് സൈഡിൽ നിന്ന്. സ്റ്റെപ്പ് 2 നമ്മുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ സെൻറ്ററിൽ മിററിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അത് ഒട്ടിക്കണം. സ്റ്റെപ്പ് 3 ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ആ ടാഗ് ഐ ഡി നമ്മുടെ ഗ്ലൂ ഉള്ള ഭാഗം പുറത്ത് തന്നെ വരണം. സ്റ്റെപ്പ് 4 നല്ലപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഒരതി വയ്ക്കാൻ പറയുന്നു. സ്റ്റെപ്പ് 5 നിങ്ങൾ ഒരു പ്രാവശ്യം ഒട്ടിച്ചാൽ പിന്നെ അത് പറിച്ചെടുത്ത് വേറൊരിടത്ത് ഒട്ടിക്കരുത്. പിന്നെ അടുത്ത പേജിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതിൻ്റെയാണ്. ഇത് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ആപ്പ് വഴി ചെയ്യാം എന്നൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു. ഏതായാലും ബാങ്ക് ത്രൂ ആയതുകൊണ്ട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിരിക്കുന്നു. കൂടെ ഇതിൻ്റെ കൂടെ വേറൊരു പേപ്പർ കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താ നോക്കാം. ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. റീചാർജ് ചെയ്യുന്നത്, പിന്നെ 2.5% ക്യാഷ് ബാക്ക് നമ്മുടെ ഇതിൽ കാർഡിലുണ്ട്, പിന്നെ SMS അലേർട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസാണ്. കൂടെ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ ആ കാർഡിൽ കണ്ടാൽ തന്നെയാണത്. പിന്നെ ഇതിൽ 2.5% ക്യാഷ് ബാക്ക് ഒന്ന് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാഷണൽ ഹൈവേസിൽ യൂസ് ചെയ്യാം, ഡെലിവറി ഉണ്ടത്. 5 ഇയർ വാലിഡിറ്റി, 5 ഇയറാണ് വാലിഡിറ്റി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാർഡിന് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ആയിരിക്കും. ഇതിൽ RFIDന് ഫാസ്ടാഗിനെ പറ്റി RFIDനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടൈം ഉണ്ടെങ്കിൽ വായിക്കാട്ടോ. കാർഡ് ലോസ് ആയാലോ കാര്യങ്ങളോ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇതിലുണ്ട് ഡീറ്റെയിൽഡായിട്ട്. ഏതായാലും നമുക്കിത് ഫിക്സ് ചെയ്യുമ്പോൾ വണ്ടിയുടെ സെൻട്രൽ മിററിൻ്റെ ബാക്കിലായിട്ട് ഇത് ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഫസ്റ്റ് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ക്ലീനാക്കി. ഇനി ഇത് സ്റ്റിക്കർ റിമൂവ് ചെയ്യാണ്. സ്റ്റിക്കർ റിമൂവ് ചെയ്തു. ഇനി ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. മിററിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെൻട്രലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇനി ഇത് മാറ്റാനുള്ള പരിപാടി നോക്കരുത്, പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം സെൻറ്ററിൽ തന്നെയാണിത്. ഇതിപ്പോൾ ഈ ഭാഗം നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. ഇത് ആ സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഇത് പുറത്ത് വരുന്ന മോഡൽ നമ്മൾ ഒട്ടിച്ച് വെച്ചു.